അമ്മയുടെ പേടിപ്പിക്കുന്ന കഥകൾ. കിരീട്ടിലെ പേടിത്തൊണ്ടൻ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുട്ട് കണ്ട് പേടിച്ചിട്ടുണ്ടോ? ഞാനും കുറെ നാൾ ഇരുട്ട് കണ്ട് പേടിക്കുമായിരുന്നു. ഒരു ദിവസം എന്റെ അമ്മ ഈ കഥ എന്നോട് പറയുന്നത് വരെ. ഇപ്പോ നിങ്ങളോട് ഞാൻ കഥ പറയട്ടെ. ഒരു നാട്ടിൽ എല്ലാത്തിനെയും പേടിച്ചിരുന്ന ഒരു കുട്ടി പയ്യൻ ഉണ്ടായിരുന്നു. അവനെ എല്ലാവരും പേടിത്തൊണ്ടൻ ബാബു എന്നാണ് വിളിച്ചിരുന്നത്. ഹേ പേടിത്തൊണ്ടൻ ബാബു, പേടിത്തൊണ്ടൻ ബാബു, പേടിത്തൊണ്ടൻ ബാബു. നന്നായി ഉറങ്ങണം കേട്ടോ. ഗുഡ് നൈറ്റ്. അമ്മ ലൈറ്റ് ഓഫ് ചെയ്യണ്ട. വേണ്ട. അവന് ഇരുട്ട് ഭയങ്കര പേടിയാണ്. അമ്മ എവിടെയാ? എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരാവോ അമ്മേ? അയ്യോ പേടിയാവുന്നല്ലോ അമ്മേ. അമ്മേ, അവൻ വീട്ടിൽ തനിച്ചിരിക്കുമ്പോ കൂടി ടിവിയും ഫ്രിഡ്ജും എല്ലാം അവനെ പേടിപ്പിക്കുന്ന പോലെ തോന്നി. അമ്മേ ഓടി വായോ. അമ്മേ. ഒരു ദിവസം ബാബുവിന്റെ വീട്ടിൽ അവൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ ഉറക്കം തെളിഞ്ഞു. ഉറക്കം തെളിഞ്ഞാലും ഇരുട്ട് കണ്ട് പേടിച്ച അവൻ ഒന്നും കേൾക്കാതിരിക്കാൻ ബെഡ്ഷീറ്റ് മൂടി പൊതച്ച് പേടിച്ചു കിടന്നു. അപ്പോ അവന്റെ റൂമിന്റെ ജനലിൽ ഏതോ ഒരു നിഴൽ വന്നു. അത് കണ്ട് പേടിച്ച ബാബു മുറുക്കെ കണ്ണടച്ചാലും ഏതോ ഒരു ചെറിയ ധൈര്യത്തിൽ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ വലിയ ഒരു രൂപം കണ്ടു. അവൻ പേടിച്ചു പോയി. ബാബു ഭയത്തോടെ അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആരോ നടന്നു വരുന്ന പോലെ ഒരു ശബ്ദം. ബാബു അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം വീഴുന്ന ശബ്ദവും കേൾക്കാൻ തുടങ്ങി. പേടിച്ച് വെള്ളത്തിന്റെ ശബ്ദം വന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോ അവൻ നോക്കുമ്പോ അവന്റെ റൂമിലിരുന്ന ടെഡി ബെയർ ദേഷ്യത്തോടെ നോക്കുന്ന പോലെ തോന്നി. അയ്യോ അമ്മ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. പേടിയാവുന്നല്ലോ. എന്താ ചെയ്യുക? ഇതെന്താ ശബ്ദം? ഈ ക്ലോക്ക് എന്തിനാ ഇത്രയും ശബ്ദത്തിൽ അടിക്കുന്നത്? ഉടനെ ആ രൂപം അവിടെയുള്ള ലൈറ്റ് സ്വിച്ച് ഇട്ടപ്പോൾ പെട്ടെന്ന് അവന്റെ റൂമിൽ വെളിച്ചം വന്നു. വെളിച്ചം കണ്ട് കണ്ണു തുറന്ന ബാബു അവൻ പേടിച്ച രൂപത്തിന് പകരം അവന്റെ അമ്മ നിൽക്കുന്നത് കണ്ട് സന്തോഷത്തോടെയും ഭയത്തോടെയും ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, എനിക്ക് റൂമിൽ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പേടിയാണ്. ഞാൻ അമ്മയുടെ കൂടെ ഉറങ്ങട്ടെ പ്ലീസ്. എന്താ മോനെ, എന്ത് പറ്റി? നീ എന്താ വല്ലാത്ത പേടിച്ചിരിക്കുന്നല്ലോ? അമ്മേ, ഞാൻ ജനലിലൂടെ നോക്കിയപ്പോൾ അവിടെ വലിയൊരു രൂപം നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ജനൽ കർട്ടൻ മാറ്റിയപ്പോൾ അവിടെ ഒരു കുട്ടി എലി ഒരു ക്യാരറ്റ് തിന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഇവരെ കണ്ടതും ആ ക്യാരറ്റ് അവിടെ ഇട്ടിട്ട് ആ എലി ഓടിപ്പോയി. നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. ഇരുട്ടിലെ അതിന്റെ നിഴൽ നിനക്കങ്ങനെ തോന്നിയതാണ്. അപ്പോ കരടിയുടെ പാവ ബാത്ത് ടബിൽ മുതല വന്നത് അതെല്ലാം നിന്റെ തോന്നലാണ്. അവിടെ നോക്ക്, അത് മനോഹരമായ ബൊമ്മയാണ്. മോനെ, ഇവിടെ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. ഇരുട്ടിൽ കാണുന്നതൊക്കെ ശരിയായ രൂപവും അല്ല. നമ്മൾ എപ്പോഴും എല്ലാത്തിനെയും വെളിച്ചത്തിൽ കാണാൻ തുടങ്ങിയാൽ ഒന്നിനോടും പേടി തോന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ റൂമിലുള്ള നൈറ്റ് ലാമ്പിനെ ഓൺ ചെയ്തു. ശരിയാ അമ്മേ, ഞാൻ ഇരുട്ടിൽ ബൊമ്മയും എലിയും കണ്ട് പേടിച്ചു പോയി.
പക്ഷേ വെളിച്ചത്തിൽ നോക്കുമ്പോ എനിക്ക് പേടിയേ തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി എപ്പോഴും ഞാൻ പേടിക്കാതിരിക്കും. എന്താ കൂട്ടുകാരെ, ഇനി ഇരുട്ടാവുമ്പോൾ നിങ്ങൾ പേടിക്കുമോ? ഇല്ലല്ലോ. ഇനി ഇരുട്ടിൽ എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ അത് വെളിച്ചത്തിൽ കണ്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കോ. റൂണിയുടെ പേടിപ്പിക്കുന്ന കഥകൾ. എക്സാംസ് 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 എക്സാംസ്. എക്സാംസിനെ നേരിടുക എന്നത് വലിയ കഷ്ടമാണ്. ഈ എക്സാംസ് ഒക്കെ ആരായിരിക്കും കണ്ടുപിടിച്ചത്? എക്സാംസിനെ പേടിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും സ്കൂളിൽ പോകാതെ ഇരുന്നിട്ടുണ്ടോ? നമ്മുടെ കഥയിലും ഒരു പയ്യൻ അങ്ങനെയായിരുന്നു. എക്സാംസ് ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകാതെ ലീവ് എടുക്കും. അവന്റെ കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. അവന്റെ പേര് ജക്കു. അവൻ പഠിക്കാൻ കുറച്ച് വീക്ക്. എക്സാംസിനെ കുറിച്ച് ഓർത്താലേ ജക്കു പേടിക്കാൻ തുടങ്ങും. എക്സാംസും ചോദ്യ പേപ്പറും എല്ലാം അവന് വിചിത്ര ജീവികളെ പോലെ തോന്നും. ബുക്സ് എല്ലാം ഒന്നു ചേർന്ന് അവനെ ഇറുക്കുന്ന പോലെ തോന്നും. ബുക്സിലുള്ള എഴുത്തെല്ലാം ഇഴജന്തുക്കളെ പോലെ തോന്നും. അതുകൊണ്ട് പല പല കള്ളങ്ങൾ പറഞ്ഞ് എക്സാംസിന് ലീവ് എടുക്കുമായിരുന്നു നമ്മുടെ ജഗ്ഗു. അമ്മേ, രാവിലെ തൊട്ട് ഭയങ്കര തലവേദനയാ. അതുകൊണ്ട് ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ല അമ്മേ. അമ്മേ, ഇന്നലെ തൊട്ട് വയറുവേദനയാ അമ്മേ. ഭയങ്കര പണിയാ അമ്മേ. അങ്ങനെ പല പല നുണകൾ പറയുമായിരുന്നു നമ്മുടെ ജഗ്ഗു. അങ്ങനെ ആനുവൽ എക്സാമും വന്നു. ചെറിയ ചെറിയ എക്സാംസിനെ പേടിച്ചിരുന്ന ജഗ്ഗു ഈ ആനുവൽ എക്സാംസിനെ കണ്ട് എത്ര പേടിച്ചിട്ടുണ്ടാകും. 3 ദിവസമായി അവന് ഉറക്കമേയില്ല. കാലിന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാലോ? വേണ്ട വേണ്ട, തൂക്കിയെടുത്ത് എക്സാം ഹാളിൽ കൊണ്ടുപോകും. പനിയാണെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സൂചി വെച്ച് കുത്തും. എന്ത് കള്ളമാ പറയുക? ഈ പാല് കുടിച്ചിട്ട് പഠിക്ക് ജക്കു. എക്സാമിൽ നല്ല മാർക്ക് മേടിച്ചാൽ നീ ഇഷ്ടപ്പെട്ട് ചോദിച്ച കാർ ടോയ് മേടിച്ചു തരാം. നന്നായിട്ട് പഠിക്കണം, ഓക്കേ? ജഗ്ഗു ആകെ നെട്ടിപ്പോയി. എന്താ ഇത്? ഞാൻ പെട്ടെന്ന് റോഡിൽ കിടക്കുന്നല്ലോ. അമ്മ വാങ്ങി തരാമെന്ന് പറഞ്ഞ കാർ ടോയ് അല്ലേ അത്? അമ്മേ, അമ്മേ, അമ്മ അനിയന് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട കാർ ടോയ് വാങ്ങിക്കൊടുത്തല്ലോ. അമ്മയും അനിയനും തന്നെ കാണാതെ കാറിൽ കയറിപ്പോയി എന്ന് പറഞ്ഞ് അവൻ ഒരേ കരച്ചിൽ. അമ്മേ, എന്നെ വിട്ടു പോവല്ലേ അമ്മേ. അനിയാ, അമ്മേ, അമ്മേ. മോനെ, എന്താ ഇവിടെ വിഷമിച്ചിരിക്കുന്നത്? ഞാനിവിടെ എങ്ങനെ വന്നു എന്നറിയില്ല. അമ്മ അനിയന് മാത്രം കാർ ടോയ് വാങ്ങിക്കൊടുത്തിട്ട് എന്നെ വിട്ടിട്ട് പോയി. നിനക്കെന്താ അവര് കാർ ടോയ് വാങ്ങി തരാത്തത്? എന്താണെന്ന് എനിക്കറിയില്ല. എക്സാംസിനെ പേടിച്ച് കള്ളം പറഞ്ഞ് ലീവ് എടുത്തു. അതാ എനിക്ക് വാങ്ങി തരാത്തത് എന്ന് തോന്നുന്നു. നീ എന്തിനാ എക്സാമിനെ പേടിച്ച് ലീവ് എടുത്തത്? അറിയില്ല. എക്സാംസ് എന്ന് പറഞ്ഞാലേ ക്വസ്റ്റ്യൻ പേപ്പർ, മാർക്ക്, എക്സാം ഹാൾ ഇതെല്ലാം ഓർത്താലേ പേടിയാകുന്നു. എക്സാംസിനെ ഓർത്ത് പേടിക്കാനൊന്നുമില്ല. അത്
നീ കളിക്കുന്ന ഗെയിംസ് പോലെയാണ്. ഗെയിമിൽ ഓരോ ലെവലിൽ ജയിച്ചാലല്ലേ അടുത്ത ലെവലിൽ പോകാൻ കഴിയൂ. അതുപോലെ എക്സാം എഴുതി പാസ്സായാലാണ് ഒരു ക്ലാസ്സിൽ നിന്നും അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ കഴിയും. അതുമാത്രമല്ല, നിങ്ങളുടെ അറിവിനെ നിങ്ങൾ അളക്കുന്നതിനാണ് എക്സാംസ്. എക്സാംസിൽ 100 മാർക്സ് മേടിക്കുന്നവരാണ് മിടുക്കന്മാരെന്ന് ഇല്ല. ധൈര്യത്തോടെ എക്സാംസിനെ ഫേസ് ചെയ്യുന്ന എല്ലാവരും മിടുക്കരാണ്. മേടിച്ചോ? ആ അപരിചിത്തൻ പറഞ്ഞത് കേട്ട ജക്കുവിന് എക്സാംസിനെ നേരിടാനുള്ള ധൈര്യം വന്നു. ശേഷം ഭയമില്ലാതെ എക്സാംസ് എഴുതി. നല്ല മാർക്കും കിട്ടി. എന്താ കൂട്ടുകാരെ, ഈ സ്കൂൾ കണ്ടപ്പോൾ പേടി തോന്നുന്നുണ്ടോ? ഇപ്പം എങ്ങനെയുണ്ട്? നല്ലതാണോ? എക്സാംസ് എന്ന് കേട്ടാലേ പേടിച്ചിരുന്ന നമ്മുടെ ജക്കു ധൈര്യത്തോടെ എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടിയത് കണ്ടില്ലേ? നിങ്ങളും അതുപോലെ എക്സാംസിനെ ധൈര്യമായി നേരിടണം. ഓക്കെ? പിന്നെ പറയാൻ മറന്നു, സ്വപ്നത്തിൽ ഒരു അപരിചിതൻ വന്ന് ജക്കുവിനെ ഉപദേശം കൊടുത്തില്ലേ? അദ്ദേഹമാണ് എക്സാംസ് കണ്ടുപിടിച്ച അമേരിക്കക്കാരനായ ഹെൻറി ഫിഷേൽ. ശരി ശരി, ടൈമായി, പോയി നന്നായി പഠിക്ക്. റൂണിയുടെ പേടിപ്പിക്കുന്ന കഥകൾ. ഹായ് കൂട്ടുകാരെ, ഇവിടെ നോക്കൂ, എത്ര തരം പച്ചക്കറികളാ. നിങ്ങളുടെ അമ്മ എപ്പോഴും പച്ചക്കറികൾ കഴിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുവോ? എന്റെ അമ്മയും ഇത് തന്നെ പറയും. പച്ചക്കറി കഴിക്കുന്ന പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പച്ചക്കറികളൊക്കെ ബാൻ ചെയ്താൽ നന്നായിരിക്കുമല്ലേ? ശരി, ഇന്ന് ഞാനൊരു സൂപ്പർ കഥ പറയാം. പച്ചക്കറികൾ കഴിക്കാതെ മധുരം മാത്രം കഴിക്കുന്ന ലിസിയുടെ കഥയാണ് അത്. ഉത്തോപ്പിയ എന്നുള്ള ഗ്രാമത്തിൽ സന്തോഷത്തോടെ വളർന്ന ഒരു ചെറിയ കുട്ടിയാണ് നമ്മുടെ ലിസി. അവൾക്ക് പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമേ അല്ല. അവൾക്ക് എപ്പോഴും ഐസ്ക്രീമും ചോക്ലേറ്റും മാത്രമേ ഇഷ്ടമുള്ളൂ. ഫ്രിഡ്ജിൽ നിന്നും ലഡു എടുത്ത് കഴിക്കും. സ്കൂളിൽ പോയാലും ഒളിച്ചു വെച്ച് ചോക്ലേറ്റ് കഴിക്കും. ലഡു മധുരം ഒരുപാട് കഴിച്ചാൽ ശരീരത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞാലും കേൾക്കില്ല നമ്മുടെ ലിസി. ലിസി, എന്ത് ചെയ്യുവാ നീ? ലിസി, ലഡു ഇങ്ങനെ കഴിക്കാതെ ദാ വെജിറ്റബിൾ സാലഡ് കഴിക്ക്. വേണ്ട അമ്മേ, എനിക്ക് വെജിറ്റബിൾ സാലഡ് വേണ്ട. പച്ചക്കറികളിലാണ് ശരീരത്തിന് ആവശ്യമായ വിറ്റമിൻസ് ഒത്തിരി ഉള്ളത്. അതാണ് ശരീരത്തിന് നല്ലത്. മധുരം ശരീരത്തിന് ദോഷം ചെയ്യും. എനിക്ക് മധുരമാണ് ഇഷ്ടം, അതാ ഞാൻ മധുരം കഴിക്കുന്നു. ലിസി, നീ മധുരം കുറച്ചു കഴിച്ചാൽ ഞാൻ ഒന്നും പറയില്ല. പക്ഷേ നീ എപ്പോഴും ചോക്ലേറ്റും മധുരവുമാണ് കഴിക്കുന്നത്. അതുകൊണ്ടെന്താ? നീ ഇങ്ങനെ ചോക്ലേറ്റും ലഡുവും കഴിച്ചുകൊണ്ടിരുന്നാൽ ഒരു ദിവസം നീ ലഡു പോലെ ആവും. ലഡു പോലെ ആയാൽ എന്താ കുഴപ്പം? അപ്പോൾ എന്നെ എല്ലാവർക്കും ഇഷ്ടമാകുമല്ലേ? ഇപ്പൊ നീ വെജിറ്റബിൾ സാലഡ് കഴിക്കുന്നോ ഇല്ലയോ? എനിക്കിത് വേണ്ട, എന്നെ നിർബന്ധിക്കരുത്. എന്തെങ്കിലും ചെയ്. നീ ഇങ്ങനെ ചോക്ലേറ്റും ലഡുവും കഴിച്ചുകൊണ്ടിരുന്നാൽ ഒരു ദിവസം നീ ലഡു പോലെ ആവും. അമ്മ പറഞ്ഞ പോലെ ലഡു പോലെ ആകുമോ ഞാൻ? ഹായ് ഫാരി ഏഞ്ചൽ. ഈ ഫാരി ഏഞ്ചൽ ലോകം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഹായ് ഫാരി ഏഞ്ചൽ, എന്നെ നിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നോ? നിങ്ങളുടെ ഈ ലോകം കാണാൻ നല്ല ഭംഗിയുണ്ട്.
നിനക്ക് മാജിക് ഒക്കെ അറിയാമോ? നിനക്ക് എന്താ മാജിക് കാണേണ്ടത്? എനിക്ക് ഒരുപാട് ടെഡി ബേഴ്സ് വേണം. നിനക്ക് തരാൻ പറ്റുമോ? ഇന്നാ കണ്ടോളൂ. ഹായ്, ഒരുപാട് ടെഡി ബേർ. എല്ലാം കാണാൻ എന്ത് രസവാ. വേറെ ഏതാ വേണ്ടത്? എനിക്ക് ഒരുപാട് സ്വീറ്റ്സ് വേണം. തരാമോ? ഹായ്, എനിക്ക് ഇഷ്ടമുള്ള ലഡു. ഒരുപാട് ലഡു. ഹായ്, ഞാൻ ഒരുപാട് വലുതായി. ഹായ്, നല്ല രസം. അയ്യോ, ഇതെന്താ ഇത്രയും വലുത്? എന്നെ കടിക്കാൻ വരുന്നല്ലോ. ഫാരി ഏഞ്ചൽ, എവിടെ പോയി നീ? പ്ലീസ് എന്നെ രക്ഷിക്ക്. എന്നെ പഴയതുപോലെ ചെറുതാക്കാമോ? ഞാൻ അമ്മയെ കാണാൻ പോകണം. നീ നല്ല കുട്ടിയല്ലല്ലോ. അമ്മ പറയുന്നത് കേൾക്കില്ല. പച്ചക്കറികൾ കഴിക്കാതെ മധുരം കൂടുതൽ കഴിച്ചില്ലേ? അതാ നിനക്കിങ്ങനെ പറ്റിയത്. അയ്യോ, ഇല്ല ഇല്ല, ഞാനിനി പച്ചക്കറികൾ കഴിച്ചോളാം. അമ്മ പറയുന്നതൊക്കെ കേട്ടോളാം. എന്നെ എങ്ങനെയെങ്കിലും പഴയ പോലെ മാറ്റുമോ? ഈ വെജിറ്റബിൾ സാലഡ് കഴിക്ക്. നീ പഴയ പോലെ മാറിക്കോളൂ. ഓക്കെ ഫാരി ഏഞ്ചൽ, ഞാൻ ഈ വെജിറ്റബിൾ സാലഡ് കഴിക്കട്ടെ? ഇപ്പം മാത്രമല്ല, എപ്പോഴും കഴിക്കണം കേട്ടോ. ഉറപ്പായും എപ്പോഴും കഴിച്ചോളാം. ഞാൻ നല്ല കുട്ടിയാ. എന്നോട് ഒരു ഏഞ്ചൽസും വന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പച്ചക്കറികൾ കഴിക്കാൻ മടിയൊന്നുമില്ല. മധുരം കുറച്ച് കഴിച്ചാൽ കുഴപ്പമില്ല. അതുപോലെ പച്ചക്കറികളും ധാരാളം കഴിക്കണം കേട്ടോ. നമുക്ക് ശരീരാരോഗ്യവും ശക്തിയും തരുന്ന പച്ചക്കറികളാണ് നമ്മളെ രക്ഷിക്കുന്ന ശരിക്കുമുള്ള ഫാരി ഏഞ്ചൽസ്.